ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കേരളം കൈവരിച്ച സാമൂഹ്യ മുന്നേറ്റങ്ങളെയും നേട്ടങ്ങളെയുമാകെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നു. ഷീജ, LDF സർക്കാർ തുടങ്ങിവെച്ച ഈ ലൈഫ് മിഷൻ പദ്ധതിയാണ് ഇപ്പോൾ പിരിച്ചുവിടുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്. ജനക്ഷേമ പദ്ധതി, അതായത് 5 ലക്ഷത്തിലേറെ വീടുകൾ യാഥാർത്ഥ്യമാക്കിയ മാതൃകാ പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. ആ ലൈഫ് മിഷൻ പദ്ധതിയാണ് പിരിച്ചുവിടും എന്നുള്ള ഒരു പ്രസ്താവന തദ്ദേശ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ.എം. ഷാജിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ് എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തുന്നത്. കാരണം 1 ലക്ഷത്തിലേറെ വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതോടൊപ്പം മുൻഗണനാ ക്രമത്തിൽ അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം ഭൂമിയുള്ള കുടുംബങ്ങളുണ്ട്. ഇവർക്ക് പുറമെ ഭൂമിയില്ലാത്ത കുടുംബങ്ങളുമുണ്ട്. ഇവരുടെ പ്രതീക്ഷകളെ ആകെ തച്ചു തകർക്കുന്ന നടപടിയാണ് UDF സർക്കാർ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതവും ജനവിരുദ്ധവുമായ ഈ നടപടിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം കേരളത്തിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് CPIM മുന്നറിയിപ്പ് നൽകുന്നത്. അടച്ചുറപ്പുള്ള ഒരു വീട് അത് മനുഷ്യന്റെ അവകാശമാണ്. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇച്ഛാശക്തിയോടെ ഒരു ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് 20 ലക്ഷത്തിലധികം പേർ സ്വന്തം വീടെന്ന അഭിമാനബോധത്തോടെ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ള കാര്യവും ഈ പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു. ഏതായാലും ഈ ഒരു രീതിയിലുള്ള നടപടിയുമായി മുന്നോട്ട് പോയാൽ അതിശക്തമായ പ്രക്ഷോഭമായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് CPIM വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം കൈവരിച്ച സാമൂഹ്യ മുന്നേറ്റങ്ങളെയും നേട്ടങ്ങളെയും ആകെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ശ്രമത്തിനെതിരെയുള്ള പ്രതിഷേധം അത് ഉയർന്നു വരും. സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുമെന്നും സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നു. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.